ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് 17-ാം തീയതി നമ്മുടെ വണക്കത്തിന്റെ 17-ാമത്തെ ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഇന്ന് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരെയും, വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെയും, ജീവിതത്തിൽ പലവിധ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ നേരിടുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് രോഗികളായി കഴിയുന്ന എല്ലാവരെയും, ഇന്ന് ഓപ്പറേഷന് വിധേയരാകുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ഇതാണ്: പരിശുദ്ധ അമ്മ പാപികളുടെ സങ്കേതമാണ്. പാപികളെ ചേർത്ത് പിടിച്ച് അവരെ ഈശോയിലേക്ക് എത്തിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. അതുകൊണ്ടാണ് ലിത്തീനയിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്: പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രിയമുള്ളവരെ, വിശുദ്ധ കാതറിൻ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചിരുന്ന, ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്ന ഒരു വിശുദ്ധയാണ്. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ കുറിച്ചുള്ള പല ദർശനങ്ങളും ദൈവം കാതറിന് നൽകിയിരുന്നു. ഈ കാതറിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. ഈ കാതറിന്റെ ആശ്രമത്തിന്റെ അടുത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേര് മേരി എന്നാണ്. അവള് എല്ലാവിധ പാപാവസ്ഥയിൽ ജീവിച്ച വ്യക്തിയാണ്. അഴിഞ്ഞാടി നടക്കുന്ന സ്വഭാവം, ആര് എന്ത് പറഞ്ഞാലും കൂസാക്കാത്ത പ്രകൃതം, മറ്റുള്ളവരെ പാപത്തിലേക്ക് ക്ഷണിക്കുന്ന സ്വഭാവം. ഈ സ്വഭാവം കൊണ്ട് ഈ നാട്ടുകാരൊക്കെ ഈ കാതറിനെ അവിടെ നിന്ന് ഓടിക്കുകയാണ്. ഒരു സ്ഥലത്തും ഇവൾക്ക് അഭയം ലഭിക്കുന്നില്ല. അങ്ങനെ ഇവള് ഒരു ഗുഹയിൽ ചെന്ന് താമസിക്കുകയാണ്. ഈ ഗുഹയില് ഒറ്റപ്പെടലിന്റെ നേരത്ത് ഇവള് പരിശുദ്ധ അമ്മയെ വിളിച്ച് ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: പരിശുദ്ധ അമ്മേ, എന്നെ സഹായിക്കുവാനായിട്ട് ആരുമില്ല, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾക്കറിയാവുന്ന ആ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുകയാണ്. ഇങ്ങനെ ചൊല്ലി കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ ഇവൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ്: മോളെ, നിന്റെ നിരവധിയായ പാപങ്ങൾ ദൈവം ക്ഷമിക്കും. അതുകൊണ്ട് നീ നിന്റെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് കൂടുതൽ പ്രാർത്ഥിക്കുക. അങ്ങനെ ഇവള് തന്റെ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ ഇവള് മരിക്കുകയും ചെയ്തു. വിശുദ്ധ കാതറിൻ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ല. വിശുദ്ധ കാതറിൻ ഒരു ദിവസം ഈ മേരി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. സ്വപ്നത്തിൽ വന്നപ്പോഴത്തേക്ക് കാതറിൻ ഈ മേരിയോട് ചോദിക്കുകയാണ്: മേരി, നീ ഇപ്പോൾ എവിടെയാ? മേരി പറയുകയാണ്: ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലാണ്. നീ എങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിലെത്തി? കാതറിൻ ചോദിച്ചു. മേരി പറയുകയാണ്: എല്ലാവരും കൂടെ എന്നെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചപ്പോൾ ഞാൻ ആ ഗുഹയിലേക്ക് ചെന്ന് അഭയം പ്രാപിച്ചു. ആ ഗുഹയില് ഞാൻ ഏകാന്തതയിലായിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയെ വിളിച്ചുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ എനിക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് പൂർണ്ണ മനസ്താപത്തോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് പറഞ്ഞു. ഞാൻ പൂർണ്ണ മനസ്താപത്തോടുകൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ പ്രാർത്ഥിച്ചു. ഞാനിപ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിലാണ്. അതുകൊണ്ട് കാതറിൻ, എനിക്കൊരു ഉപകാരം ചെയ്യണം. നീ എനിക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ബലി അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പിന്നീട് വിശുദ്ധ കാതറിൻ അന്ന് മുതൽ എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴത്തേക്ക് ആ ബലികളൊക്കെ ഈ മേരിക്ക് വേണ്ടി ചൊല്ലി കാഴ്ചവെച്ചിരുന്നു. കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ മേരി വീണ്ടും ദർശനത്തിൽ വരികയാണ് കാതറിന്. ഈ സമയത്ത് മേരി വന്നപ്പോഴത്തേക്ക് അവളുടെ മുഖം നല്ല തേജസ്സോടുകൂടി ഇരുന്നിരുന്നു. കാതറിൻ ചോദിച്ചു: മേരി, നീ ഇപ്പോൾ എവിടെയാ? അപ്പോൾ മേരി പറയുകയാണ്: നിന്റെ പ്രാർത്ഥന കൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഞാൻ സ്വർഗത്തിൽ എത്തിച്ചേർന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ പാപികളുടെ സങ്കേതമാണെന്ന് വിശുദ്ധ കാതറിന്റെ ജീവിതത്തിൽ നടന്ന ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന ഒരു കാര്യമുണ്ട്: അസുഖം ബാധിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കുവാനായിട്ട് സാധിക്കുമോ? എങ്കില് പരിശുദ്ധ അമ്മയ്ക്ക് പാപത്തിൽ കഴിയുന്ന ഒരു കുഞ്ഞിനെ പോലും മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. അവളാൽ കഴിയുന്ന വിധത്തില് എല്ലാ പരിചരണവും നൽകി
അവരെ ദൈവത്തിങ്കിലേക്ക് പരിശുദ്ധ അമ്മ അടുപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇടപെടുന്നത് ഇപ്രകാരമാണ്. ഏത് തരത്തിലുള്ള പാവാവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളായാലും നമ്മൾ, ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പോകുന്ന വ്യക്തികളാണെങ്കിലും നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് പല വിധത്തിലുള്ള തഴക്ക ദോഷങ്ങൾ, തെറ്റായിട്ടുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണെങ്കിൽ, അതിൽ നിന്ന് പൂർണ്ണമായിട്ട് മോചനം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ പ്രാർത്ഥിക്കുക. പാപികളുടെ സങ്കേതമാണ്. എത്ര പ്രാവശ്യം ഉപസാരിച്ചിട്ടും വിട്ടുപിരിയാത്ത പാപങ്ങൾ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ ഈ അമ്മയുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ്. എന്റെ പാപകരമായിട്ടുള്ള ജീവിതത്തെ പ്രതിഷ്ഠിക്കുകയാണ്. എന്നെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാ പാപികളെയും, നമ്മുടെ തന്നെ പാപാവസ്ഥകളെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. നമുക്കൊരുമിച്ച് ഏറ്റുചൊല്ലാം. അമ്മല മനോഹരിയായ മരിയാമ്പികെ, അങ്ങ് വിശുദ്ധിയുടെ നികേതനമാണ്. എങ്കിലും നീ പാപികളോട് വളരെ കാരുണ്യപൂർവമാണ് വർത്തിക്കുന്നത്. പാപികളിൽ അങ്ങേ ദിവ്യകുമാരന്റെ പ്രതിച്ഛായ കാണുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നു. നാഥേ, ഇന്ന് ലോകത്തിൽ പാപം വളരെ വർദ്ധിച്ചിരിക്കുന്നു. പാപബോധവും സത്യത്തെക്കുറിച്ചുള്ള അറിവും മനുഷ്യരിൽ കുറഞ്ഞു വരുന്നു. അങ്ങ് പാപികളെ നിരന്തരം മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പാപികളായ ഞങ്ങൾ പാപത്തെ പരിത്യജിച്ച് നിർമ്മല ജീവിതം നയിക്കുന്നതിനുള്ള അനുഗ്രഹം നൽകണമേ. അപ്രകാരം ഞങ്ങൾ ഈശോയ്ക്ക് പ്രിയങ്കരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമേ, പാപാവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാവരെയും മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ, നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദത്തങ്ങൾ ഞാൻ അണയുന്നു. വിലപിച്ച് കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൻ മാതാവേ, എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുഹൃത്ത് ജപമായിട്ട് നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം. പാപികളുടെ സങ്കേതമായ പരിശുദ്ധ മറിയമേ, പാപികൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈ ഒരു പ്രാർത്ഥന ഇന്നത്തെ ദിവസം മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ. എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോ അനുഗ്രഹിക്കട്ടെ.